അഫ്സൽഖാന്റെ വിക്ടോറിയുടെ ഒരു ഗംഭീരമായൊരു ഗിവ് വരുന്നുണ്ട്. ഗിവ് എന്ന് പറഞ്ഞാൽ നിങ്ങള് 3 ലക്ഷം രൂപ കാറ്. അപ്പൊ വെയിറ്റ് ചെയ്തോളി. ഫുൾ ഓൺ തന്നെ നമുക്ക് തീരുമാനം ചെയ്യാം. ഒറിജിനൽ കേരള വാനാണ്. 4 തുടക്കാനാണ്, 4 പോയിക്കണേ. ഓക്കെ, അപ്പൊ അതാണ് 4 വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നേ ഉള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഇത് ഒറിജിനൽ കേരള വണ്ടി ഫുൾ ഓൺ ഫോർച്യൂണർ 2024 മോഡല് 6000 കിലോമീറ്ററോട് സെക്കൻഡ് ഓണർ വണ്ടി. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വെറും 6000 കിലോമീറ്റർ 2016 സിംഗിൾ ഓണർ ഉണ്ട്. 2016 സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര? 60000 കിലോമീറ്റർ. 60000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5,80,000 രൂപ. 580. 75 കാറുകൾ, അതിൽ 35-40 വാഹനങ്ങൾ നിങ്ങൾക്ക് 1 രൂപ പോലും ഇല്ലാതെ കൊണ്ടാവും. ഇന്ന് തവണ നമ്മൾ ചെറുവാഹനങ്ങൾ നല്ലൊരു ചാകരയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും, അതും നമുക്ക് ടൊയോട്ടന്റെ വാഹനങ്ങളൊക്കെ ഒത്തിരി നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്റ്റൊക്കെ ഫുൾ ഓണിലൊക്കെ നോക്കുന്നവർക്ക് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞതാണ്. അപ്പോൾ അതാണ് ഗംഭീരമായ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടും നമുക്ക് ന്യൂ ഇയറിന് ആദ്യമായിട്ട് നമ്മൾ ഇതവണ നമ്മളെ വിക്ടോയിൽ വന്നായിരുന്നു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഇത് നമ്മൾ അത്യാവശ്യം ചെറുവാഹനങ്ങളാണ്. കൂടുതൽ നമ്മൾ ജമണ്ടൻ്റെ ഒരു ഐറ്റം നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ മിനി SUV നോക്കുന്നവർക്ക് ഒരു മൈക്രോ SUV ആയിട്ട് എക്സ്റ്റർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏകദേശം 10-75ഓളം വാഹനങ്ങളുണ്ട്. അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യൂ ഇയറിന് അഫ്സൽഖാന്റെ വിക്ടോറിയുടെ ഒരു ഗംഭീരമായൊരു ഗിവ് വരുന്നുണ്ട്. ഗിവ് എന്ന് പറഞ്ഞാൽ നിങ്ങള് 3 ലക്ഷം രൂപ കാറ്. അപ്പൊ വെയിറ്റ് ചെയ്തോളി. നമ്മളെ 2 പേജ് നിങ്ങൾ ഫോളോ ചെയ്തോളി. ഇൻസ്റ്റയില് നമ്മൾ വൈകാതെ 2 ദിവസം കൊണ്ട് നമ്മളെ പുതിയ റീല് വരാണ്ട്. അപ്പൊ നമ്മൾ 3 ലക്ഷം രൂപ നല്ലൊരു അടിപൊളി കാർ ഇതാവണു ഇത് തരാൻ പോവാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മളെ ഇൻസ്റ്റ വിക്ടോയി അതേപോലെ തന്നെ ഓട്ടോടെക്ക് 2 പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടെ എന്നോളി, വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെറുവാഹനങ്ങൾ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. അപ്പൊ നമ്മൾ ചെറുവാഹനങ്ങളുണ്ട്. ഫസ്റ്റ് അതിലൊരു വല്യാക്ക ഉണ്ട്, അതിന് നമ്മൾ പരിഗണിച്ചില്ലാറുണ്ട് അല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ തോന്നുന്നു ഒരു ഫോർച്യൂണർ, അത് നമ്മൾ ലെജൻഡറിലേക്ക് കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒറിജിനൽ കേരള വാഹനം 1000 നമ്പറിൽ, അതായത് നല്ല ഫാൻസി നമ്പർ ഡോൾട്ടൂണിലൊക്കെ വരുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് 2021 മോഡല് 4x4 ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക് അല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 1,12,000 കിലോമീറ്റർ. 1.12 ഒറിജിനൽ കേരള വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ഒറിജിനൽ കേരള A to Z ഹിസ്റ്ററി ഉള്ള വണ്ടി. അഫ്സൽക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റൂത്? ഇത് നമുക്കൊരു 35 ലക്ഷം രൂപ കൊടുക്കാം. 35 ലക്ഷം രൂപ അല്ല. 4x4 ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വാങ്ങാനാണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഡ്ജസ്റ്റബിൾ പ്രൈസ് ആണല്ലോ അല്ലെ. മാക്സിമം ലോൺ ഒക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് സിബിലും മറ്റും കാലമൊക്കെ ഓക്കെ ആണെങ്കിൽ ഫോൺ ഫുള്ള് കൊടുക്കാം. ഫുൾ ലോൺ തന്നെ നമുക്ക് തീരുമാനം ചെയ്യാം. ഒറിജിനൽ കേരള വാനാണ്. 4 തുടക്കാനാണ്, 4 പോയിക്കണേ. കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് 4 വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നേ ഉള്ളൂ. അപ്പൊ അതാണ് നമുക്ക് ഇത് ഒറിജിനൽ കേരള വണ്ടി ഫുൾ ഓൺ ഫോർച്യൂണർ കേട്ടോ. അടുത്താണ് ഒരു മൈക്രോ SUV നോക്കുന്നവർക്ക് എക്സ്റ്റർ. സാധാരണക്കാരന് നമുക്ക് നല്ല ഫീച്ചേഴ്സും ഉണ്ട്, അത്യാവശ്യം മൈലേജും എന്നൊരു SUV ടൈപ്പ് വാഹനം എന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നല്ല ഫീച്ചേഴ്സ്, പ്രൊജക്റ്റഡ് ലാംപ്സ്, നമ്മൾ ഹുണ്ടായുടെ ഐക്കണിക് ഹെഡ് ലാംപ്സ്, കാര്യങ്ങൾ ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ബക്കറ്റ് സീറ്റ്സ്, കമ്പനി ഇൻബിൽഡ് LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ഓടിയുള്ള ലോ കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ. എങ്ങനെയായിരുന്നു മോഡല്? 2024 മോഡല് 6000 കിലോമീറ്ററോട് സെക്കൻഡ് ഓണർ വണ്ടി. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വെറും 6000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. അതും നമുക്ക് പക്ക ലോ കിലോമീറ്റർ വാഹനം അല്ലേ. പെട്രോളാണ്, അത്യാവശ്യം നല്ല മൈലേജ് നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അല്ലേ. അഫ്സൽക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപയ്ക്ക് ലോൺ ഫുള്ള് കൊടുക്കണം. ഫുള്ള് ലോണ്. ഇതിന്റെ ഹൈലൈറ്റ് വെറും 6000 കിലോമീറ്റർ. ഇത് നമുക്കൊരു എത്തിയോസ് ആണ്, സെഡാൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2018 മോഡൽ സിംഗിൾ ഓണർ. സിംഗിൾ ഒറിജിനൽ പ്ലാറ്റിനം ടൈപ്പ് അല്ലേ. ഒറിജിനൽ പ്ലാറ്റിനം ടൈപ്പ് കേരള വണ്ടിയാണത്. കേരള വണ്ടി കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഫുൾ കട്ട് ഒരു 80-85% ടയേഴ്സ് വരുന്നുണ്ട്. ഇന്റീരിയർ എക്സ്റ്റർ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഒറിജിനൽ കേരള വാഹനം. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 5,90,000 രൂപ. 590. ലോൺ എത്ര വരെ? ഫുള്ള് 50,000 രൂപ ചിലപ്പോൾ. അപ്പൊ നമ്മുടെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ. ഇത് നമുക്ക് എലൈറ്റ് i20 നല്ല പെർഫോമൻസും അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. അത് നമുക്ക് എലൈറ്റ് i20യുടെ സെക്കൻഡ് ജനറേഷൻ ആണ്. കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഡീസലാണ് പെട്രോളാണ്. സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും അല്ലേ. ഒരു 16 വരെയൊക്കെ നമുക്ക് മൈലേജും കിട്ടും. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ മാഗ്നയാണോ? സ്പോർട്സ് അല്ല. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡല്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോള്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC റിയറിൽ AC വെന്റ്, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. മോഡൽ പറഞ്ഞ 2018 മോഡൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 60 ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം രൂപക്ക് അല്ലേ? ലോൺ ഫുള്ള് കൊടുക്കാം. ഫുള്ള് ലോണിൽ കൊടുക്കാം. വെറും 4 ലക്ഷം രൂപ കേട്ടോ. ഇത് നമുക്ക് ഇതാണോ 4 സിലിണ്ടർ സ്വിഫ്റ്റ്. അത് നമുക്ക് KL 55 AD തിരൂർ രജിസ്ട്രേഷൻ ആണ്. 4 സിലിണ്ടറിൽ ജുവൽ ജെറ്റ് VVT ഗിയർ ബോക്സിൽ വരുന്ന എഞ്ചിനിൽ വരുന്നൊരു വണ്ടിയാണ്. സോ നല്ല മൈലേജും അത്യാവശ്യം നല്ല പെർഫോമൻസും എല്ലാം കിട്ടുന്ന ഒരു കിടിലൻ വണ്ടി. ഏതായിരുന്നു? VX ആണ് ഓപ്ഷൻ വരുന്നത്. 2021 സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി. വെറും 13,000 കിലോമീറ്റർ. മാനുവൽ അല്ലേ ഇത്? എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 6,25,000 കേട്ടോ. ചെറിയ കിലോമീറ്റർ വണ്ടിയാണ്, ലോ കിലോമീറ്റർ വണ്ടിയാണ്. 6,25,000 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറങ്ങാം. വീണ്ടും നമുക്ക് ഇതാണോ പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗിൽ ഒരു എത്തിയോസ്. ഇത് കേരള വണ്ടി തന്നെയാണോ? കേരള വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ. ഓ, സിംഗിൾ ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ. ഡീസൽ വണ്ടി തന്നെയാണ്. ഓ, സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? തീരുമാനം ഇത് നമുക്ക് 4,20,000. 4,20,000 അല്ലേ? ഒരു 19 രൂപ വണ്ടി ഇറക്കാം. ഉറപ്പുണ്ടെങ്കിൽ വണ്ടി ഇറക്കം ചെയ്യാം കേട്ടോ. അടുത്താണ് നമുക്ക് ഇതാണോ സേഫ്റ്റി പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യുന്നവർക്ക് ബ്ലാക്കില് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു ഡാർക്ക് എഡിഷനിൽ വരുന്നൊരു ടാറ്റ നെക്സോണ്. നമ്പറൊക്കെ നോക്കി നല്ല കിഡ്ലും ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഡീസലാണോ പെട്രോൾ ആണ്? ഡീസലാണ്. സോ നമുക്ക് നല്ല മൈലേജും പെർഫോമൻസും സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഡാർക്ക് എഡിഷനിൽ ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 20,000 കിലോമീറ്റർ 2022 മോഡൽ. 20,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അത് 2022 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റുമോ? 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ. ലോൺ എത്ര വരെ? ലോൺ ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും ഡീസലിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയ ഡാർക്ക് എഡിഷനിൽ 22 മോഡൽ വണ്ടി അല്ലേ? അടുത്ത നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ നമ്മൾ പരിചയപ്പെടുന്നത് വൈറ്റ് ഡീസലാണ് വണ്ടി വരുന്നത്. പെട്രോൾ അല്ലേ? 2016 സിംഗിൾ ഓണർ ഉണ്ട്. 2016 സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര? 60,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5,80,000. 5,80,000 ഓഫർ പ്രൈസ് ആണ് അല്ലേ? ഏകദേശം ലോൺ എത്ര? ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്രെറ്റ കേട്ടോ. അതാണ് അടുത്ത് നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് കൊണ്ട് അങ്ങ് നിറഞ്ഞിട്ടുള്ള ഒരു വണ്ടി അല്ലേ? നല്ല വൈഡ് വീലും ബലൂൺ ടയേഴ്സും ഡോൾട്ടൂണും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്വിഫ്റ്റ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ ഡീസൽ വണ്ടിയാണ് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് തന്നെയാണ്. കാരണം നമുക്ക് ലോങ് ഡ്രൈവിൽ 22 വരെ മൈലേജ് കിട്ടുന്ന, എന്നാൽ അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സും അൾട്രേഷനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 92,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്കൊരു 5,80,000 രൂപ കൊടുക്കാം. 5,80,000 അല്ലേ? ലോൺ എത്ര രൂപ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 5 രൂപ എന്തായാലും ചെയ്യാം. 5 രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം അല്ലേ? അടുത്തത് നമുക്ക് ഒരു കിടലം i20 ന്യൂ ഫേസ് അല്ലേ? അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. KL 69 രജിസ്ട്രേഷന്. ഇത് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, 9-inch ടച്ച് സ്ക്രീന്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഡീസൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. പെട്രോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. പെട്രോൾ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 40 ഓടിക്കും. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ അല്ല? ലോൺ ഫുൾ കൊടുക്കട്ടെ. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ അത് ബ്ലാക്ക് ആണ്. ഇനി ഇതാണ് അതിന്റെ വൈറ്റ് വേണമെന്നുള്ളവർക്ക് ഇതാണ് നേരെ സെയിം ഓപ്ഷനിൽ വൈറ്റ് അല്ലേ? ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് DCT ഓട്ടോമാറ്റിക്. സോ നല്ല സ്പോർട്ടി വെഹിക്കിൾ ആണ്. പെർഫോമൻസും നല്ല കിഡിലും പെർഫോമൻസ് കാര്യങ്ങളും അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2023 കിലോമീറ്റർ. ടർബോ ആണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 50,000 താഴെ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. എത്ര രൂപ ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 6,90,000 രൂപ. 6,90,000 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഫുൾ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു ടയോട്ട എത്തിയോസ് ലിവ ഡുവൽ ടൂൺ അല്ലേ? റെഡ് ആൻഡ് ബ്ലാക്ക്. കേരളം BK നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങള്? 2018 അല്ലേ? നമ്പറായ വണ്ടിയാണ്. 160 ഓടി. കറക്റ്റ് സർവീസ്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് ഫൈനൽ പ്രൈസ് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ കൊടുക്കാം. 2018 മോഡലാണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. ഒറിജിനൽ പ്ലാറ്റിനം ടൈപ്പ് അല്ലേ? ഒറിജിനൽ പ്ലാറ്റിനം ടൈപ്പ് ആണ് വണ്ടി വരുന്നത്.
അത് നമുക്ക് 540. 5 ലക്ഷം എന്തെങ്കിലും ചെറിയ വിട്ടിച്ചു എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു 7 സീറ്റർ ആണ്, ഡീസൽ വണ്ടിയാണ്. മാരുതി സുസുക്കി എർട്ടിക ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ്. സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏകദേശം ഒരു 7 സീറ്ററിൽ 18 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലേ? സെമി ഹൈബ്രിഡ് അല്ലേ? 2018 സിംഗിൾ ഓണർ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് 7,26,000 കൊടുക്കാം. 7,25 അല്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ 7 സീറ്റർ 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നത് വീണ്ടും നമ്മളെ ബിറ്റോയിലായിരുന്നു. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വൈഡ് റേഞ്ച് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. ലൊക്കേഷനുകൾ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ പാണായി സൗദിപ്പടിയാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ മറക്കണ്ട, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് അഫ്സൽക സൈനിങ് ഓഫ്.